കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുണ്ടായ ആ വാഹനാപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത്. ആ 5 മെഡിക്കൽ വിദ്യാർത്ഥികളും ടവേര എന്ന വാഹനത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. ടവേര എന്ന വാഹനത്തിൽ 11 പേരാണ് സഞ്ചരിച്ചിരുന്നത്. അതായത് അമിത ഭാരം ആ വാഹനത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഴ സമയത്താണ് അവർ യാത്ര ചെയ്തത്. മഴ സമയത്ത് അത്യാവശ്യം സ്പീഡിലാണ് അവർ യാത്ര ചെയ്തത്. ആ സ്പീഡ് സമയത്ത് ബ്രേക്ക് ചവിട്ടിയ സമയത്ത് തെന്നിപ്പോയി നേരെ KSRTC ബസ്സിലിടിച്ചാണ് മരണം സംഭവിച്ചത്. 5 പേർ ആ സമയത്ത് തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഈ റോഡിലിറങ്ങുന്ന ചെറുപ്പക്കാരും അല്ലാതെ എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മുടെ വാഹനത്തിൻ്റെ പവറിനനുസരിച്ച് മാത്രമേ നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് നമ്മൾ ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടുന്ന സമയത്ത് ഇതേപോലുള്ള അപകടങ്ങൾ നിരവധിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് കുറേയേറെ നിയമങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പം 5 പേര് യാത്ര ചെയ്യുന്ന ഒരു വാഹനത്തിൽ 10 പേര് യാത്ര ചെയ്യാൻ പാടില്ല. അപ്പം ആ ഒരു സമയത്ത് വണ്ടിക്ക് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ടൂ വീലർ യാത്ര ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരൊക്കെ ക്യാമറേനെ അടക്കം വെട്ടിച്ചുകൊണ്ടുള്ള യാത്ര, ഇതൊക്കെ നമുക്ക് അപകടമാണ്. നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും നമ്മൾ പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരം അപകടങ്ങൾ തുടർച്ചയായിട്ട് നമ്മളെ മുന്നിലേക്ക് കാണുന്നതും കേൾക്കുന്നതും. എത്രയെത്ര അപകടങ്ങളും എത്രയെത്ര മനുഷ്യ ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ റോഡിലെ ഈ ഒരു അമിത വേഗത, അതേപോലെ തന്നെ അശ്രദ്ധ കാരണം എത്രയെത്ര അപകടങ്ങളാണ്, എത്രയെത്ര മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ KSRTC ബസ്, അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടം കാരണമൊക്കെ നിരവധി മനുഷ്യജീവനുകൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്.